ദൈവനിവേദ്യം അർപ്പിക്കേണ്ട പൂജാരിയുടെ കൈകളിൽ മുളകുപൊടിയും കൊള്ളയടിക്കാനുള്ള പദ്ധതികളും. പത്തനംതിട്ട ഇലവുംതിട്ടയ്ക്ക് സമീപം ഉള്ളന്നൂർ പുലിക്കുട്ടിനാൽ ക്ഷേത്രത്തിൽ അതിരാവിലെ ഭക്തിയുടെ മറവിൽ അരങ്ങേറിയത് നാടിനെ നടുക്കിയ ക്രൂരമായ കവർച്ചാശ്രമം. ക്ഷേത്രത്തിൽ പതിവായി കഴകം ജോലി ചെയ്തു വരുന്ന വയോധികയുടെ കണ്ണിൽ മുളകുപൊടി വിതറി സ്വർണ്ണമാല കവറാൻ ശ്രമിച്ച ക്ഷേത്ര പൂജാരി ഇലവുംതിട്ട പോലീസിന്റെയും നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടലിലൂടെ മിന്നൽ വേഗത്തിൽ പിടിയിലായി. പത്തനംതിട്ട ഇലന്തൂർ പൂക്കോട് ഗുരുമന്ദിരത്തിന് സമീപം മെട്ടയിൽ വീട്ടിൽ ബിജുമോൻ MP ആണ് പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടത്. 52 വയസ്സാണ് ബിജുമോന്. ദേവസന്നിധിയിൽ വെച്ച് തന്നെ സഹപ്രവർത്തകയോട് കാട്ടിയ ക്രൂരത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഇതേ ക്ഷേത്രത്തിൽ ബിജുമോനോടൊപ്പം കഴകം ജോലി ചെയ്തു വന്നിരുന്ന ഉള്ളന്നൂർ സ്വദേശിനി 63 വയസ്സുകാരി വിജയമ്മയുടെ സ്വർണ്ണമാലയാണ് പൂജാരി കവറാൻ ശ്രമിച്ചത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ബിജുമോൻ അമ്പലത്തിലേക്ക് എത്തിയത്. പതിവ് പോലെ രാവിലെ 6 മണിയോടെ വിജയമ്മ ക്ഷേത്രമുറ്റവും പരിസരവും തൂത്തുവൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയം ബൈക്കിലെത്തിയ ബിജുമോൻ ആരും കാണാതെ ക്ഷേത്രത്തിന് അല്പം അകലെയായി വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്തു. തുടർന്ന് റോഡിലൂടെ വരാതെ സമീപത്തെ റബ്ബർ തോട്ടത്തിലൂടെ രഹസ്യമായി നടന്ന് ക്ഷേത്രത്തിനുള്ളിൽ കടക്കുകയായിരുന്നു. ക്ഷേത്രത്തിനുള്ളിൽ കയറിയ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന മുളകുപൊടി അമ്പലത്തിലുണ്ടായിരുന്ന പട്ടുടയാടയിൽ പൊതിഞ്ഞെടുത്തു. തുടർന്ന് ക്ഷേത്രമുറ്റം തൂത്തുവാരിക്കൊണ്ടിരുന്ന വിജയമ്മയുടെ പിന്നിലൂടെ അടുത്തു ചെന്ന് പട്ടുടയാടയിൽ സൂക്ഷിച്ച മുളകുപൊടി അവരുടെ മുഖം അമർത്തി ശ്വാസം മുട്ടിക്കുകയും കഴുത്തിലെ സ്വർണ്ണമാല ബലമായി പൊട്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ പകച്ചുപോയെങ്കിലും വിജയമ്മ കാണിച്ച അപാരമായ ധൈര്യമാണ് കവർച്ചാശ്രമം പൊളിച്ചത്. ബിജുമോന്റെ പിടിയിൽ നിന്നും ധൈര്യപൂർവ്വം കുതറിമാറിയ വിജയമ്മ ഉച്ചത്തിൽ നിലവിളിച്ചു. വിജയമ്മയുടെ നിലവിളി ശബ്ദം കേട്ട് ഭയന്നു പോയ പൂജാരി മാല ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കി. വിജയമ്മയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ പരിസര പ്രദേശങ്ങളിൽ ഉടനടി നടത്തിയ തെരച്ചിലിനൊടുവിൽ റബ്ബർ തോട്ടത്തിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ബിജുമോനെ തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തിയ ഇലവുംതിട്ട പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇലവുംതിട്ട SHO രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിടിയിലായ ബിജുമോൻ നിസ്സാരക്കാരനല്ലെന്നും ഇയാൾക്ക് കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നും പോലീസ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി. പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു കൊലപാതക കേസിലും കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെ മറ്റൊരു ക്രിമിനൽ കേസിലും പ്രതിയായ വ്യക്തിയാണ് ബിജുമോൻ എന്നും പോലീസ് അറിയിച്ചത് നാട്ടുകാരെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ എങ്ങനെ ക്ഷേത്രത്തിൽ പൂജാരിയായി എത്തി എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പൂജാരിയാകാൻ വേണ്ടി എന്നാണ് ഇയാൾ എത്തിയതെന്നും പൂജാരി ആയിരിക്കവേ തന്നെ ഈ ഐഡന്റിറ്റി ഉപയോഗിച്ച് ഇയാൾ മറ്റു തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ, മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങളുമൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ആവശ്യമായ നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ട്. എന്തായാലും ഒരു നാടിനെ അപ്പാടെ പറ്റിച്ചുകൊണ്ട് സിനിമകളിൽ മാത്രം നമ്മൾ കാണുന്ന ഒന്നാണിത്. ഒരു പൂജാരി നടത്തി വന്നിരുന്ന ക്രിമിനൽ കുറ്റകൃത്യങ്ങളുടെ ചുരുളാണ് ഇപ്പോൾ അഴിയുന്നത്.